ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു അടിപൊളി സ്കാനറുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്കാനറിൻ്റെ പേരെന്താ വെച്ചാൽ അഡോബ് സ്കാനർ എന്നാണ്. അപ്പോൾ ഞാനത് കാണിച്ചതാണ്. ഇതാട്ടോ അഡോബ് സ്കാനറിന് ഫ്രണ്ട്സ്, ഇതാണ് അഡോബ് സ്കാനറിന്. അതിൽ നമുക്കിന്ന് കുറേ സ്കാനറുണ്ട്, ക്യാം സ്കാനർ. പക്ഷേ സ്കാനറിലൊക്കെ എന്തൊക്കെ കുറേ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കണേ അഡോബ് സ്കാനാണ്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി അഡോബ് സ്കാനർ ഡൗൺലോഡ് ആക്കണം. ഇപ്പോൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് അഡോബ് സ്കാനർ സെർച്ച് ചെയ്യുക. ഇത് അഡോബ് സ്കാനർ ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ നമ്മൾ സെർച്ച് ചെയ്ത് ഇതിനൊരു പ്രത്യേകത വെച്ചത് PDF ആവും. അത് നമ്മൾ ഓപ്പൺ ആക്കാം. നമുക്ക് ഹോമിൽ ചെന്ന് ഓപ്പൺ ആക്കാം. നിങ്ങൾ ഡൗൺലോഡ് ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഹോമിൽ ചെന്ന് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതാ നമ്മൾ ഓപ്പൺ ആക്കി അഡോബ് സ്കാനർ. അപ്പോൾ ഗൈസ് ഇപ്പോൾ അങ്ങനെ നേരെ കിട്ടി. എനിക്ക് ചിലപ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടായി, സൈനിങ് കാണും. അപ്പോൾ ഞാനിത് സ്കാൻ ചെയ്യാൻ പോവാണ്. പക്ഷെ ഇത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ക്ലിയർ ഒന്നുമില്ലെങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ക്ലിയർ കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടി. കാരണം നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. എന്നിട്ട് ഇതിങ്ങനെ നമുക്ക് വേണ്ടി എത്ര ആക്കി കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ നിൽക്കുക, അടുത്തുമ്പാടെ കിട്ടാനും വേണ്ടി. എന്നിട്ട് നമ്മളതിൻ്റെ ഉൾഭാഗം എടുക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് അടുത്ത് നമുക്ക് കിട്ടി. ഇതുപോലെ കണ്ടിന്യൂ നോക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ അതിന്മേൽ നോക്കി കൊടുക്കുക. അങ്ങനെ രണ്ടിട്ടും ക്ലിക്ക് ചെയ്താൽ കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിന്മേൽ പേര് കൊടുക്കണമെങ്കിൽ ഇവിടെ നോക്കി കൊടുക്കുക. മേലെ നോക്കി കൊടുത്തിട്ട് നമുക്ക് MF ഡിസ്കവറി എന്ന് പേര് കൊടുക്കുക. MF ഡിസ്കവറി എന്ന് എഴുതി കൊടുത്ത് എന്നിട്ട് ബാക്ക് അടിച്ചു. എന്നിട്ട് നമുക്കിത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇന്നും ക്രോപ്പ് ചെയ്യുക. ഇപ്പോൾ 2 പേജാണ് ഞാൻ എടുത്തത്, 2 പേജുള്ളൂ. പിന്നെ ആഡ് പേജിന് പേജ് ചേർക്കണമെങ്കിൽ ഇതാക്കുക. പിന്നെ ഏതെങ്കിലും ഒരു പേജ് ഡിലീറ്റ് ആക്കുക. കളറ് റൊട്ടേറ്റ് അതൊക്കെ പറ്റും. പിന്നെ ക്ലീനപ്പ് റിസൈസ് അതൊക്കെ പറ്റും. ഇപ്പോൾ നല്ലൊരു ഇതിലൊക്കെ കിട്ടിയിരിക്കുന്നത്, നല്ലൊരു ഗ്ലേസിങ് ഉണ്ട് കേട്ടോ. കാരണം ഔട്ട് ഓഫ് സ്കാൻ ആയിട്ട് നല്ല ഗ്ലേസിങ് വരുന്നുണ്ട്. എന്നിട്ട് മേലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേവ് PDF. ഇവിടെ സേവ് PDF അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ PDF സേവ് ആവുകയാണ്. സേവ് as PDF എന്നാണ്. സേവ് ചെയ്തു. അങ്ങനെ എത്തി. ഇനി ഇവിടെ നമ്മൾ കുറേ സേവ് ചെയ്തൊക്കെ ഉണ്ടാവും നമ്മൾ ഇതാക്കിയത്. എന്നിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ നെക്കിയതിന് ശേഷം ഷെയർ കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കിട്ടും. വാട്സപ്പ്, ടെലഗ്രാം, അങ്ങനെ നമ്മൾ ബ്ലൂടൂത്ത് ഡ്രൈവ് ഒക്കെ അങ്ങനെ പലതൊക്കെ സേവ് ചെയ്യാം. ഇപ്പം ഞാൻ വാട്സപ്പിലേക്ക് സേവ് ചെയ്യണേ, PDF റൈഡർ ആയിരിക്കും സേവ് ചെയ്യുക. വാട്സപ്പിലേക്ക് സേവ് ചെയ്തു. അപ്പം ഗൈസ് നമ്മളിപ്പോൾ സേവ് ചെയ്യേണ്ട തിരക്കിലാട്ടോ. അപ്പം ഗൈസ് ഇതിൽ കുറേ വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് നക്കി കൊടുത്ത് സെൻഡ് ചെയ്യാൻ മതി. ഇനി നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അവിടെ തന്നെ വെക്കണമെങ്കിൽ അവിടെ തന്നെ വെക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പോഴേക്കുള്ള ആവശ്യത്തിനില്ലെങ്കിൽ അവിടെ വെക്കുക. ഇപ്പോൾ ഇതിൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് നമ്മൾ സെർച്ച് ചെയ്തു. ഈ നമ്പർക്ക് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ലോഡ് മീഡിയ. അപ്പോൾ ഗൈസ് ഇതിങ്ങനെ ലോഡായി അങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഡിലീറ്റ് ആക്കട്ടോ. ഡിലീറ്റ് ഫോർ അവർ. അപ്പോൾ ഇത് ഡിലീറ്റ് ആക്കി.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇതിലും നല്ല വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.